അങ്ങനെ കുറ്റിപ്പുറത്ത് ആ ചോറും മീനും കഴിക്കാനായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എത്തിട്ടോ. ഇവിടെ ഒരു പ്രാവശ്യം വന്നാള് എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം വരും. സിംഗിൾ ആണെങ്കിൽ 2, 3, 4 പ്രാവശ്യം വരും. അതിന് കാരണം ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് 1, 2, 3 വിധമൊക്കെ മീൻ തിന്നാം. പക്ഷെ നമ്മൾ സിംഗിൾ ആയിട്ട് വരുമ്പോൾ നമുക്ക് അത്ര മീൻ ചിലപ്പോൾ കഴിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോന്നായി ട്രൈ ചെയ്യുക. അല്ല, നിങ്ങൾക്ക് എപ്പോഴും വരാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ എല്ലാം പാടെ ഒന്നിച്ച് ട്രൈ ചെയ്തോളൂ, ബാക്കി പാർസൽ ചെയ്തോളൂ. മച്ചന്മാരെ 12:30-ക്കാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. 12:30-ക്ക് വന്നപ്പോഴുള്ള ഒരു കോലാണിത്. അതായത് പുറത്ത് കുറേ ആളുകൾ, ആ പല ഭാഗങ്ങളിലും കാറ് പാർക്ക് ചെയ്ത് കുറേ ആളുകൾ, അതിനകത്ത് കുറേ ആളുകൾ ഇങ്ങനെ കിടക്കുന്നു നീണ്ട നിര. സിംഗിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് വരാച്ചാൽ ബുക്ക് ചെയ്ത് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 12 മണിക്കെങ്കിലും കയറിക്കോ. ഞാൻ എന്തായാലും ചോറും ഒരു 2 മീനും ഓർഡർ ചെയ്തു. അപ്പോൾ 2 മീൻ, ഒന്ന് കരിമീനായിരുന്നു, ഒന്ന് അയലയായിരുന്നു. കാരണം അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. എന്നാലും നല്ല മീൻ, അയല പോലത്തെ മീനുകൾക്കൊക്കെ റേറ്റ് കുറവാണ്. അതുപോലെ ചെറിയ ചെറിയ ചെമ്മീൻ പോർഷനുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ റേറ്റ് കുറവാണ്. എന്നാൽ നിങ്ങൾ വലിയ മീനിലോട്ട് പോയി കഴിഞ്ഞാൽ 1000 എബോവൊക്കെ വരും. അത് അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്ന അത്രയും എടുക്കുക. ഞാനൊരു കരിമീനും ഒരു അയലയും, ഒരു കായൽ മീനും ഒരു കടൽ മീനും. എന്തായാലും കൂട്ടാനും ചോറൊക്കെ കൊള്ളാം, നല്ല ടേസ്റ്റ് ആയിരുന്നു. തോരനുണ്ട്, അതുപോലെ കൂട്ടുകറി ഉണ്ട്, അവിയലുണ്ട്, പിന്നെ അച്ചാർ വരാനുണ്ട്, പുളിയഞ്ചി വരാനുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് മാമ്പഴ പുളിശ്ശേരി എടുത്ത് പറയേണ്ടതാണ്. എനിക്ക് മാമ്പഴം കിട്ടിയില്ല, അപ്പോൾ ഞാനൊരു മുളക് കൊണ്ട് തൃപ്തിപ്പെട്ടു. തൽക്കാലം മുളകാവാം. പിന്നെ പപ്പടം അതിന് പകരമായിട്ട് 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ അവരുടെ അരവടം പായസം പോലത്തെ ഒരു പായസം ഉണ്ട് കേട്ടോ, അത് നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഷുഗർ ഒന്നുള്ള ആൾക്കാർ വല്ലാതെ കഴിക്കേണ്ട, നല്ലോണം മധുരമുണ്ട്. ഓക്കെ, പായസം പിന്നെ മധുരമുള്ള ഉപ്പുണ്ടാവില്ലല്ലോ. പിന്നെ കരിമീൻ നല്ല ടേസ്റ്റാണ്. ഇതിന് മുമ്പ് ഞാൻ വന്നപ്പം കലാഞ്ചി എന്ന മീനായിരുന്നു. അന്ന് കുറച്ച് എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അങ്ങനെ കഴിച്ച് അതിനൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഉണ്ടത്. കണ്ടില്ലേ മക്കളെ, കണ്ടില്ലേ? നല്ല അയക്കോറൊക്കെ പൊരിച്ച് ഇങ്ങനെ, എന്തോ അതിൻ്റെ മസാല ടേസ്റ്റ് അറിയാമോ? അതുപോലെ ഇത് ഇറങ്ങി വരുന്ന സമയത്ത് ആ മണി കണ്ടില്ലേ, ആ ഒരു കുടമണി, അത് അടിക്കണം കേട്ടോ നന്നായെങ്കിൽ. അപ്പോൾ പോട്ടെ, പിന്നെ കാണാം.